ഇന്നലെ രാത്രി കേരളത്തിൽ പലയിടത്തിലെങ്കിലും റോഡുകളിൽ മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ബ്ലോക്കാണ് നേരിട്ടത്. കാരണവും മോഹൻലാലിന്റെ തുടരും ചിത്രത്തിന്റെ റിലീസ്. കൊച്ചി എം.ജി റോഡിലെ കവിതാ തിയേറ്റർ ഇന്നലെ വൈകിട്ടോടെ കരകവിഞ്ഞൊഴുകുകയായിരുന്നു. സിനിമ കണ്ടിറങ്ങിയവരുടെ തിരക്കും കാണാൻ കയറുന്നവരുടെ തള്ളിക്കയറ്റവും വാഹനങ്ങളുമായി മണിക്കൂർ നീണ്ട ബ്ലോക്കായിരുന്നു എം.ജി റോഡിൽ ഉണ്ടായത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. മികച്ച പ്രതികരണത്തോടെ തുടരും സിനിമയുടെ തിയേറ്റർ പ്രദർശനം തുടരുകയാണ്. തരുൺ മൂർത്തി സംവിധാനത്തിലെത്തിയ ചിത്രത്തിന് ഓരോ മണിക്കൂറും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകാൻ സാധിക്കുന്നത്. പല തിയേറ്ററും ചിത്രത്തിനായി അഡീഷണൽ ഷോകൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. ആദ്യ ദിനം തുടരും 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. എന്നാൽ 5.35 കോടി രൂപ നേടിയെന്നും പറയുന്നു. എമ്പുരാൻ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പനയിലെ റെക്കോർഡുകൾ തുടരും തിരുത്തിയിട്ടുണ്ട്. പ്രദർശനത്തെ ആദ്യ മണിക്കൂറിൽ 30,000-ലധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ ചിത്രം വിറ്റഴിച്ചെന്നാണ് റിപ്പോർട്ട്. ഇത് റിലീസിന് ശേഷം എമ്പുരാൻ വിറ്റഴിച്ച ടിക്കറ്റിനേക്കാൾ അധികമാണ്. ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിലെ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഷാജി കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം.